സാർ, ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം, തുർക്കി എന്ന് പറയുന്ന രാജ്യം കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയോട് വളരെ ശത്രുതാപരമായ മനോഭാവമാണ്. നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പിന്നെ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച തുർക്കിയാണ്. അതൊക്കെ നിസ്സാര കാര്യമാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നിസ്സാരമാണ്. കാരണം അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഡ്രോണുകളൊക്കെ നമ്മുടെ ആകാശ മിസൈൽ പടക്കം പോലെ പൊട്ടിച്ചിട്ട് നമ്മൾ 350 എണ്ണമാണ് നിഷ്പ്രയാസം പൊട്ടിത്തെറിച്ച് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് വലിയ വിഷയമല്ല. പക്ഷെ എങ്കിൽ പോലും ഈ തുർക്കിയെ നമ്മൾ നിലയ്ക്ക് നിർത്താൻ തീരുമാനിച്ചു. പക്ഷെ ചൈനയോട് നമ്മൾ കുറച്ച് അടുത്തു. പക്ഷെ അങ്ങനെ അടുത്താലും ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും വളരെ മാരകമായ സ്ഫോടന വസ്തുക്കൾ പാകിസ്ഥാൻ വഴി ഭീകരർക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ചൈന ഒളിഞ്ഞിരുന്നു കൊണ്ട് തുർക്കിയും ചൈനയും കൂടി, തുർക്കി നേരെ നിന്നുകൊണ്ടും ചൈന ഒളിഞ്ഞിരുന്നു കൊണ്ടും നമ്മളെ ആക്രമിക്കാനും തകർക്കാനും നമ്മളെ സാമ്പത്തികമായി ഇല്ലാതാക്കാനും രാജ്യത്ത് തന്നെ തകർക്കാനുള്ള തന്ത്രങ്ങൾ മെയ്യുന്നില്ലേ? ചൈന ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ചൈനയ്ക്ക് ഇപ്പം ശക്തിയുണ്ട്. ചൈനയ്ക്ക് ഇപ്പം ഇന്ത്യയെ തകർക്കേണ്ട ഒരാവശ്യമില്ല. ചൈന തന്നെ സൂപ്പർ പവർ. അമേരിക്കയാണ് അവരുടെ മത്സര രംഗത്തുള്ളത്. അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ അവർ നോക്കുന്നത്. എന്ന് വിചാരിച്ച് പാകിസ്ഥാനുമായിട്ട് ആൾവെതർ ഫ്രണ്ടാണ്, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. തന്ത്രപരമായിട്ട് അവർക്ക് ഒരു ഐക്യം ആവശ്യമുണ്ട്. കാരണം സോവിയറ്റ് യൂണിയനുമായിട്ട് അവർ പിണങ്ങി നിന്ന നാളുകളിൽ അവർക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചൈനയ്ക്ക് അങ്ങനെ വർഗീയതയൊന്നുമില്ല. വർഗീയത എന്നല്ല, അവിടെ പിന്നെ അവർക്കെതിരെ പിന്നെ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞ മുസ്ലിങ്ങളെ അടിച്ചൊതുക്കി സിന്ധ്, ജിയാങ്, ജില്ലി, വാഗൻ ട്രാജഡി ആക്കി തീർത്ത അതിൻ്റെ തീവ്രതയും എല്ലാം ഇല്ലാതാക്കി. ലോകത്തെ ഒരു രാജ്യം പോലും ചോദ്യം ചെയ്തുമില്ല. ഒരു ഭീകരാക്രമണം പോലും അവിടെ നടന്നതുമില്ല അതിൻ്റെ പേരിൽ. കാശ്മീരിലെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ അതിൻ്റെ കോടതിയിലൂടെ ഒക്കെ വിചാരണ ചെയ്ത ആളുകളെ ജയിലിലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാർലമെൻറ്റ് വരെ ആക്രമിക്കുന്നു, ചെങ്കോട്ടയെ ആക്രമിക്കുന്നു, ആളുകളെ ചുമ്മാ തുരുതുര വെടിവെച്ച് കൊല്ലുന്നു. ചൈനയുടെ നേർക്ക് ചുണയുണ്ടോ ഇവന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ? ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നൈജീരിയയിൽ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുക. കാര്യം എന്താ? ബോക്കോ ഹരം ഭീകരവാദികൾ 300 സ്കൂൾ കുട്ടികളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുക. നൈജീരിയൻ പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്, വിദേശയാത്ര ക്യാൻസൽ ചെയ്തിട്ട്. അതുപോലെ ഗുരുതര സ്ഥിതിവിശേഷമാണ്. ഒരു മുസ്ലിം രാജ്യമാണത് നൈജീരിയ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമുണ്ട്. ന്യൂനപക്ഷങ്ങളെ അവർ സംരക്ഷിക്കുന്നത് പള്ളികളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ പോയി വെടിവെച്ച് തകർത്തും പള്ളികൾ തകർത്തും കൊണ്ടാണ്. ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുകയാണ്, നിങ്ങൾ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പട്ടാളക്കാർ അവിടെ ഇറങ്ങി വന്ന് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് ഈയിടെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അവിടെ നിന്ന് ഹിന്ദുക്കൾ ഉണ്ടായിട്ടൊന്നും അല്ല പ്രശ്നം ഉണ്ടാവുന്നത്. എൻ്റെ പൊന്നെ, എല്ലാം ഹിന്ദുക്കളും RSSും ആണെന്നും പറഞ്ഞ് ഇവിടുത്തെ കുറേ മഹാന്മാരും ബുദ്ധിജീവികളും ഒക്കെ പറയുന്നുണ്ട്. സുനിൽ പി ഇളയടത്തിനെ പോലെ കുറേ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂപമണ്ടൂകങ്ങൾ ഞാൻ പറയാം. കൂപമണ്ടൂകൻ അല്ല, വേറൊരു വാക്കില്ല. കിണറ്റിലെ തവള എന്നതിൻ്റെ അർത്ഥം. അതാണ് പറ്റിയ വാക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് കർശനമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ല ഇന്ത്യയിൽ. ഇവന്മാരെ നശിപ്പിക്കാനുള്ള നിയമങ്ങളൊന്നുമില്ല. നിയമത്തിൻ്റെ പല്ലുകൾക്ക് ബലം കുറവാണ്. എന്നിട്ട് അതിന് മൂർച്ച കൂടിപ്പോയി. UAP ഒക്കെ മനുഷ്യത്വ വിരുദ്ധമാണെന്നും പറഞ്ഞ് നോവലുകൾ എഴുതുകയും രാഷ്ട്രീയത്തിൽ പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭീകരവാദികളെ വാനോളം പുകഴ്ത്താൻ നമ്മുടെ സാഹിത്യകാരികളുണ്ട്. അരുന്ധതി റോയിയെ പോലെ. കാണില്ല. ഇന്ത്യയുടെ കാര്യം മാത്രമാണ് അവർക്ക്. നൈജീരിയ ഒന്നും കാണുകയല്ല. മാൻ ബുക്കർ പ്രൈസ് കിട്ടിയ ആളാണ്, ലോക പ്രശസ്തയാണ്. പക്ഷേ ലോകത്തിലെ കാര്യങ്ങളൊന്നും കാണും. കൂപമണ്ടൂകം എന്ന് ഞാൻ അങ്ങനെയുള്ളവരെ വിശേഷിപ്പിക്കുള്ളൂ. വേറൊരു കാലത്തെയും പറയുന്നത്. ഇതാ ഇപ്പോൾ നോക്കൂ, ദക്ഷിണാഫ്രിക്കയിൽ നമ്മുടെ മോദി പോയിരിക്കുക. ദക്ഷിണാഫ്രിക്ക മോദി പോയിരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നിട്ടില്ല G20 ഉച്ചകോടിക്ക്. എന്താ വരാത്തത്? മോദിയെ പേടിച്ചല്ല. മോദി പോയപ്പോൾ ഈ പോകാതിരുന്നതിൻ്റെ കാര്യം ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പണ്ട് അപ്പാർത്തൈഡ് ആയിരുന്നല്ലോ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാന്ധിജി ഉൾപ്പെടെ അനുഭവിച്ചതാണല്ലോ. അതിന് പകരം ഇപ്പോൾ സായിപ്പന്മാരെ തിരഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. റാമോഫാസയാണ് അവൻ്റെ പ്രധാനമന്ത്രി. അദ്ദേഹം ഒന്നും ചെയ്യുന്നെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അത് പ്രതിഷേധിച്ചാൽ പോകാതിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് എത്നിക്കായിട്ടുള്ള, വംശീയമായിട്ടുള്ള, മറ്റൊന്ന് റിലീജിയസ് ആയിട്ടുള്ള, വർഗീയമായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് തുർക്കി എന്ന് പറയുന്നത്, അതാണല്ലോ നമ്മുടെ വിഷയം, ലോകത്തിലെ ഏറ്റവും കള്ള രാഷ്ട്രമാണ്. ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അതിൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാന്താ സിസീലിയ ബസിലിക്ക, സാന്താ സിസീലിയ പള്ളി ക്രിസ്ത്യാനികളുടെയാണ്. അത് അവരങ്ങ് ഏറ്റെടുത്തു.
യസീദികൾക്ക് പ്രത്യേക രാഷ്ട്രം കൊടുക്കാമെന്ന് പറഞ്ഞു. മുസ്ലിം ഇസ്ലാം മതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവരും, അതിൽ വിശ്വസിക്കുന്നവരാണ്. അവരെ മുഴുവൻ അടിച്ചൊതുക്കി കൊന്നുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യസീദി രാഷ്ട്രത്തിന് വേണ്ടി നല്ല മനുഷ്യരാണ് അവർ. ആ യസീദി രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അവരുടെ സമരങ്ങൾ, സമാധാനപരമായിട്ടുള്ള സമരങ്ങൾ മുഴുവൻ അടിച്ചൊതുക്കി രാഷ്ട്രവും കൊടുക്കത്തില്ല. അവരവിടെ മനുഷ്യാവകാശങ്ങളൊന്നുമില്ലാതെ, ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ അവരുടെ പെണ്ണുങ്ങളെ പിടിച്ച് ബലാത്സംഗം ചെയ്യുകയാണ് തുർക്കിയിലെ പട്ടാളക്കാർ. വൃത്തികെട്ട രാഷ്ട്രം. ഈ പാകിസ്ഥാനിൽ അജ്ഞാതന്മാർ കയറി ഇറങ്ങുന്നത് പോലെ തുർക്കിയിലും അജ്ഞാതന്മാർ വരുമോ? അജ്ഞാതം അതിൻ്റെ ആവശ്യം വേണ്ടി വന്നാൽ ഇത് വരുത്തണം. അജ്ഞാതന്മാർ കയറി ആക്രമിക്കേണ്ടത് വരുത്തണം. പക്ഷേ എൻ്റെ സംശയം തുർക്കിക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും തേജസ് വിമാനത്തിൻ്റെ അടിയിൽ ഇപ്പം സംഭവം നടന്നു ദുബായിലാണല്ലോ. അവിടെയൊക്കെ ഈ തണൽ നല്ലപോലെ കിട്ടുന്നത്, കേരളത്തിൽ പച്ച വെളിച്ചം കിട്ടുന്ന പോലെ അവിടെ തണൽ നല്ലപോലെ കിട്ടുന്ന രാഷ്ട്രങ്ങൾ. അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ദുബായിലാണ് ഈ ചെങ്കോട്ട സ്ഫോടനത്തിലെ പല ബിരുദന്മാരും പല ഭീകരവാദികളും രക്ഷപ്പെട്ടു പോയത് ദുബായിലേക്കാണ്. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ഇവന്മാര് അത്തരത്തിൽ നമ്മുടെ തേജസ്സിനെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടാവുമോ? ഉണ്ടാവുമെന്ന് തന്നെ സംശയം. അല്ലെങ്കിൽ അങ്ങനെ ഒരു എയർ ഷോയില് ഇങ്ങനൊരു കഥ, നല്ല മിടുക്കനായിട്ടുള്ള പൈലറ്റാണ് മരിച്ചു പോയത്, അഗ്നി കുണ്ഠമായിട്ട് തീർന്നത്. അപ്പോൾ അതങ്ങനെ ആ കളി ഇപ്പോൾ അന്വേഷണം വരുന്നുണ്ട്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അവിടേക്ക് പോയിരിക്കുക, UAE പോയിരിക്കുക. അന്വേഷണം നടക്കും. ഇതിൻ്റെ കൈകളുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓരോന്നായിട്ട് നമ്മൾ കണക്ക് തീർക്കും. ഒരു സംശയവും വേണ്ട അതിൽ. തുർക്കിയൊന്നും നമുക്കൊരു ഭീഷണിയല്ല, പറഞ്ഞത് ശരിയാണ് 100%. പക്ഷേ കള്ള രാഷ്ട്രമാണ്, വിശ്വസിക്കാൻ പറ്റാത്ത. നമ്മൾ എന്തെല്ലാം സഹായങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു നന്ദിയില്ല. നന്ദികെട്ട വൃത്തികെട്ട കള്ള രാഷ്ട്രമാണത്, വ്യാജ രാഷ്ട്രമാണത്. ഈ 2022 മുതലേ ഈ ഭീകരർ ഇന്ത്യയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. പക്ഷേ 2022 മുതൽ നീക്കങ്ങൾ നടത്തി, ഇപ്പോഴും അത് വലിയ രീതിയിൽ പ്രായോഗികമായില്ല. കാരണം ചെങ്കോട്ടയിൽ പെട്ടെന്നുണ്ട് വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു, അത് നടന്നില്ല. പക്ഷെ അപ്പോഴും എന്റെ ചോദ്യം സാർ, നമ്മൾ അങ്ങനെ ചൈനയെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ചൈനയുടെ ആയുധങ്ങൾ പഴയത് കൊടുത്തത് വല്ലതുമായിരിക്കും. ഇപ്പൊ പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങിക്കാൻ പൈസയൊന്നുമില്ല. ആ ആയുധങ്ങളെടുത്ത് പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഉപയോഗിച്ച് കാണുന്നതാണല്ല. ചൈനയെക്കാളും ഇന്ത്യ വളരുമോ എന്നുള്ള ഒരു ഭയം ചൈന തന്നെയല്ല. ഇപ്പൊ അമേരിക്കയുമായിട്ട് ഈ ചൈന അടുക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. പാകിസ്ഥാനോട് ഏറ്റവും അധികം ശത്രുത പുലർത്തുന്നു. അങ്ങനെയാണ്, അവർക്ക് ദേഷ്യമാണത്. അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ത്യയെ കൂട്ടുപിടിച്ചത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ കയറി അടുക്കാൻ പോകുന്നു, അസീം മുനീർ അവിടെ പോയി ചാപ്പാട് കഴിച്ച് സൗഹൃദം പങ്കുവെക്കുന്നു. അവരുടെ കണ്ണിലെ കരടാണ്. തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത്. അപ്പോൾ അമേരിക്കക്കെതിരെയുള്ള ഒരു സുഹൃത്തെന്നുള്ള നിലയിലാണ് ചൈനയെ കണ്ടിരുന്നത്. പക്ഷേ അങ്ങനല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ചൈനയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാനെ ഒരു കാരണവശാലും ആവശ്യമില്ല എന്ന് വന്നിരിക്കും. ഇന്ത്യയെ കൂട്ടുപിടിക്കാൻ അവരാണിപ്പോൾ ഒലീവില നീട്ടുന്നത്. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വരുന്ന ഇന്ത്യയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി അവർ വരുന്നു. അമേരിക്കയുടെ കൂട്ടുകെട്ടിൽ പെടരുതെന്നാണ് ഇന്ത്യയെ അവർ ഉദ്ദേശിക്കുന്നത്. രണ്ട് രാഷ്ട്രങ്ങളെ തമ്മിലടുപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ശ്രമമാണെന്നാണ് പറയുന്നത്. കുറേയൊക്കെ ശരിയുണ്ട് അതിൽ, ഇല്ലെന്ന് പറയാനും പറ്റില്ല. നമുക്ക് ചൈന എന്ന് പറഞ്ഞാൽ പൗരാണികമായിട്ട് സംസ്കാരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ആ ബന്ധങ്ങൾ ആഴത്തിലുള്ളതാണ്, വളരെ ആഴത്തിലുള്ളതാണ്. അങ്ങനെയാണല്ലോ ഇവിടേക്ക് ചൈനയിൽ നിന്നുള്ള സന്ദർശകർ വന്നതും ഇന്ത്യയെ പറ്റി ഗ്രന്ഥങ്ങൾ എഴുതിയതും. ഇന്ത്യയിൽ നിന്ന് ബുദ്ധമത പ്രചാരകന്മാർ അവിടെ പോയി, ബുദ്ധമതമാണല്ലോ അവിടെ കൂടുതലുള്ളത്, ബുദ്ധമതമാണ് മെയിനായിട്ടുള്ള മതം. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം പൗരാണികമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സാംസ്കാരികമായ ബന്ധവും കൂട്ടിയുറപ്പിക്കലുമാണ്, ആഴത്തിലുള്ള ബന്ധമാണ്. അത് തുടർന്നു പോകുന്നത് ഇന്ത്യക്ക് നല്ലതായിരിക്കും എന്നാണ് മൊത്തത്തിൽ നമ്മുടെ ദേശീയ നേതൃത്വം കണക്കാക്കിയത്. ശത്രുത എന്തായാലും വേണ്ട എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ രാഷ്ട്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൻ ഉപയോഗിച്ചതാണ് ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി. അവിടെ എങ്ങനെയാണെന്നറിയാം എൻ്റെ മെയിൻ്റനൻസ്? ഇത് യൂറിയ ഒക്കെ ഇടിക്കാൻ വേണ്ടി ഒഴിച്ചത് ധാന്യങ്ങൾ പൊടിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ഉരല്ലേ, ധാന്യം പൊടിക്കുന്ന മില്ലാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത്. 3600 കിലോയാണ് കണ്ടെടുത്തത്. 1200 കിലോമീറ്ററാണ് കാശ്മീരിൽ വന്ന മിടുക്കനായ പോലീസ് ഓഫീസർ സന്ദൂപ് ചക്രവർത്തി കണ്ടെടുത്തുകൊണ്ട് പോയത്. അപ്പോൾ എത്ര ആയി? 3001 4800. പിന്നെ അതുകൂടാതെ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് കേവലം 100 ഗ്രാമോ മറ്റുമാണ് ചാന്ദ്രി ചൗക്ക്. മനസ്സിലായോ? 100. അപ്പം മൊത്തം ആ 100 ഗ്രാമിൻ്റെ 5 ഇരട്ടി സ്ഫോടക വസ്തുക്കളാണ് ഇവർ തയ്യാറാക്കി വെച്ചിരുന്നത്. ഡൽഹി മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചത്. അത് പൊളിച്ചു ഇന്ത്യ അത് പൊളിച്ചു. പക്ഷേ ചെങ്കോട്ടയിലെ സ്ഫോടനം മാത്രം അവർക്ക് വിജയിക്കാൻ പറ്റി. ഇതിന് തിരിച്ചടി കൊടുക്കും. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാരെയും കൂടി പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തുർക്കി സന്ദർശിച്ചിട്ടുള്ളവരാണ്.
അതുകൊണ്ടാണ് തുർക്കിയെ നമ്മൾ കറുത്ത കുതിരയായിട്ട് കണക്കാക്കണം, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാഷ്ട്രമായിട്ട് കണക്കാക്കണം.